ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ ഗ്ലോ ആൻഡ് ലവ്ലി എന്നറിയപ്പെടുന്ന ക്രീമിനെ കുറിച്ചുള്ളതാണ്. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. പണ്ടൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെയർനെസ് ക്രീമായിരുന്നു ഈ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്നത്. ഈ അടുത്താണ് അവർ ആ പേര് റീബ്രാൻഡ് ചെയ്തിട്ട് ഗ്ലോ ആൻഡ് ലവ്ലി എന്നുള്ള പേരിലേക്ക് ആക്കിയത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതെങ്ങനെയാണ് നമ്മുടെ സ്കിന്നിലേക്കൊക്കെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ ഒരു ഫെയർനെസ് ക്രീമിന് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയാസിനമൈഡ് എന്ന് പറയുന്നത്. നയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ അവർ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി നയാസിനമൈഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടാതെ ഇതിൽ ഗ്ലിസറിൻ ഉണ്ട്, നമ്മളെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെറൈക് ആസിഡ്, അതായത് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് അത് അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെറൈക് ആസിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മളെ ഫിസിക്കൽ സൺസ്ക്രീനിലൊക്കെ ഉള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് UV റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് അലൻഡോയിൻ ആണ്. അലൻഡോയിൻ എന്ന് പറയുന്നത് വളരെ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നിനെ വളരെ സൂത്താക്കാനും കാമാക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫിനോക്സിയദിനോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അതിൻ്റെ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിലവർ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് സോഡിയം അസ്കോർബിൽ ഫോസ്ഫേറ്റ്, അതായത് വൈറ്റമിൻ സിൻ്റെ വേറൊരു ഫോമാണ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അവർ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം, അതായത് നയാസിനമൈഡ് പോലെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല ഇവർ നല്ലൊരു സ്മെല്ല് കിട്ടും, അതായത് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് ഇതിൽ പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫെയർനെസ് ക്രീമിലൊക്കെ പെർഫ്യൂംസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് UV റേസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ പല തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകും. എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആരാണെങ്കിൽ. ഇത്രയൊക്കെയാണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് വല്ലാതെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടോ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും കുറയ്ക്കാൻ അത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവർക്ക് അത് വേറെ കുറേ ആൻറ്റി ഓക്സിഡൻസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യായിരുന്നു, അങ്ങനെയൊന്നും അവർ കൊടുത്തിട്ടില്ല. എന്നാൽ ഇത് ചിലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും, അതായത് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടിയവരും ഉണ്ട് കേട്ടോ. അതെപ്പോഴും പറയുന്ന പോലെ എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. എന്നാൽ ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടും, ചിലർക്ക് സ്കിൻ ഇറിറ്റേഷൻ, ബേണിംഗ് സെൻസേഷൻ, റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, അങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു ക്രീമാണ്. സാധാരണ ഫെയർനെസ് ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞ പോലെ ചിലർക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി, ചിലർക്ക് ചില വിശ്വാസമാണ് ചില ക്രീംസിനെ. അങ്ങനെ നിങ്ങൾ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വല്ലാതെ റിസൾട്ട്, അതായത് സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും, ഡാർക്ക് സ്പോട്ട്സ് പോകും, പിഗ്മെൻറ്റേഷൻ കുറയും, ക്ലിയർ സ്കിന്ന് കിട്ടും, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി യൂസ് ചെയ്യരുത്. കാരണം ഇതിൽ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വളരെയധികം ഇല്ല, മാത്രമല്ല ആഡ് ചെയ്ത് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ. പിന്നെ നയാസിനമൈഡ്, ഗ്ലിസറിൻ, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡ് ടൈമിലും യൂസ് ചെയ്യാൻ സേഫാണ്. പക്ഷേ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിസർവേറ്റീവ്സും പെർഫ്യൂമൊക്കെ ഒക്കെ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കും പ്രഗ്നൻറ്റ് ടൈം ആണെങ്കിലും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.